അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് തിരുനട തുറന്നിട്ട് 22 ദിവസം ആരംഭിക്കുകയാണ്. 22ാമത് ദിവസമായ ഇന്ന് വൃശ്ചികമാസം 22. എരുമേലിൽ പേട്ടതുള്ളി, അവിടെ നിന്നും കാനനപ്പാതയിലൂടെ അഥവാ പരമ്പരാഗത പാതയിലൂടെ പോകുന്ന തീർത്ഥാടകൻ ശബരിമലയിൽ എത്തുന്നത് വരേക്കും എത്ര പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലങ്ങൾ കഴിഞ്ഞാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് സാധാരണ ഭക്തർക്ക് ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് ഇവ ഓരോന്നിനെ കുറിച്ചും പറയുന്നത്. എരുമേലി എല്ലാവർക്കും അറിയാവുന്നതാണ്. എരുമേലിലെ പ്രധാനപ്പെട്ട വിശേഷവും എല്ലാവർക്കും അറിയാം, പേട്ടതുള്ളലാണ്. ആ പേട്ടതുള്ളലിന് ശേഷം അവിടെ നിന്നും സന്തോഷാതിരേകത്തോടെ പോകുന്ന ഓരോരുത്തരും ആദ്യം എത്തിച്ചേരുന്നത് എവിടെ എന്ന് നോക്കുമ്പോൾ എരുമേലിയിൽ നിന്നും പുറപ്പെടുന്ന സ്വാമിമാരാദ്യം ഒരു പരിശുദ്ധമായ സ്ഥലത്ത് എത്തിച്ചേരുന്നത് കാനനപാതയുടെ തുടക്കത്തിൽ പേരൂർ തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പേരൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അതിലെ വരുന്നത് കൊണ്ട് പേരൂർ തോട്. അതിനടുത്ത സ്ഥലം കാളകെട്ടി എന്ന് പറയപ്പെടുന്നു. എന്താണ് കാളകെട്ടിക്കുള്ള പ്രത്യേകത? അതെത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? കാളകെട്ടി ശ്രീപരമേശ്വരനും പാർവതിയും തൻ്റെ വാഹനമായിട്ടുള്ള കാളപ്പുറത്താണ്, അഥവാ നന്ദികേശ്വരൻ്റെ പുറത്താണ് അവിടെ എഴുന്നള്ളുന്നത്. അവിടെ നിന്നിരുന്ന ഒരു വലിയ ആഞ്ഞിലി മരത്തിലാണ് ഈ കാളയെ ബന്ധിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ മഹത്തായ ഒരു ശിവക്ഷേത്രമുണ്ട്. എന്തിനു വേണ്ടി അവരവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ കാളകെട്ടിയിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കിയത് മണികണ്ഠകുമാരൻ തൻ്റെ അവതാരോദ്ദേശം നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേർന്ന മഹിഷിയുടെ ഇരു ശൃംഗങ്ങളിലും പിടിച്ച്, കൊമ്പുകളിലും പിടിച്ച് തൂക്കിയെടുത്ത് ചുഴറ്റി ഒരേറെറിഞ്ഞു. ആ ഏറ് ഈ മഹിഷിയുടെ ശരീരം വന്നു വീണത് ഇന്നത്തെ കല്ലിടംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ ആ കല്ലിടാംകുന്നിലേക്ക് അഴുതാ നദിയിൽ കുളിച്ചിട്ട് കയറുന്നവർ കല്ലിടാംകുന്നിലേക്ക് പോകുമ്പോൾ ഒരു കല്ലുകൂടി കൊണ്ടുപോകണം. അപ്പോൾ ഈ മഹിഷിയുടെ ശരീരം വന്നു വീണ സ്ഥലമാണ് കല്ലിടാംകുന്ന് എന്നറിയപ്പെടുന്നത്. എന്തിനാണ് ആ കല്ലങ്ങനെ ഇടുന്നത് എന്ന് ചോദിച്ചാൽ, ജീവൻ നഷ്ടപ്പെട്ട മഹിഷിയുടെ ശരീരം അത്
പർവ്വതാകാരമായി വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ വളർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലിട്ട് ആ ശരീരം മൂടിയത്. അപ്പോൾ ഈ ശരീരത്തിൽ, അതായത് മഹിഷിയുടെ ശരീരത്തിൽ നൃത്തം ചെയ്യുന്ന പുത്രൻ്റെ ആ മഹത്തായ ദൗത്യം പൂർത്തിയാക്കിയ ഭാവം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും പാർവതീദേവിയും ശ്രീപരമേശ്വരനും നന്ദികേശ്വരനിൽ യാത്ര ചെയ്ത് കാളകെട്ടിയിലെത്തുകയും കാളകെട്ടിയിൽ തങ്ങളുടെ വാഹനത്തെ ബന്ധിതനാക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തതിൻ്റെ ബാക്കിയായിട്ടാണ് കാളകെട്ടിയിലെ ശിവക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നതും കാളകെട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത് വിശദീകരിച്ചത്. അടുത്തത് അലസ നദി എന്നറിയപ്പെടുന്ന അഴുതാ നദിയാണ്. ആ അഴുതാ നദി പവിത്രമാണ്. ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന വലിയ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഏറ്റവും ഇങ്ങേയറ്റത്തെ പ്രധാന നദിയാണ് അഴുതാ നദി. ആ നദിക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത്, കല്ലിടാംകുന്നിൽ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ല് സമാഹരിക്കേണ്ടത് ഇവിടെ നിന്നാണ്. എത്ര കല്ലുകൾ പെറുക്കിയാലും പിന്നെയും അത്രയും കല്ലുകൾ അഴുതാ നദിയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാലം എത്രയായി ഇതുപോലെ സ്വാമിമാർ വന്ന് കല്ലുകൾ പെറുക്കിക്കൊണ്ട് പോകുന്നു, കല്ലിടാംകുന്നിൽ അത് നിക്ഷേപിക്കുന്നു. കല്ലിടാംകുന്ന് ഞാൻ സൂചിപ്പിച്ചു, അവിടെ മഹിഷിയുടെ ശരീരം വന്നു വീണ സ്ഥലം. അതിൻ്റെ ആ ബോധ്യം വരുത്തുന്നതിന് വേണ്ടിയാണ് മഹിഷിയുടെ ശരീരം വീണ സ്ഥലത്ത് ഈ കല്ലുകൾ നിക്ഷേപിക്കുന്നത്, ആ ശരീരം മൂടുന്നതിന് വേണ്ടി. വീണ്ടും അവിടെ നിന്നും നമ്മൾ യാത്ര പുറപ്പെടുന്നത് മുന്നോട്ടേക്കുള്ള യാത്രയിൽ അങ്ങുയരത്തിൽ നിൽക്കുന്ന കരിമല എന്ന മഹത്തായ സങ്കേതമാണ്. ശബരിമല യാത്രയിലെ ഏറ്റവും ആയാസം നിറഞ്ഞ സ്ഥലമാണ് കരിമല. ഒന്നും രണ്ടുമല്ല, 7 മടക്കുകളിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന കരിമല. സാധാരണ ആരോഗ്യം പോരാ, അല്പം കൂടുതൽ ആരോഗ്യം കരിമലയിൽ കയറി എത്തുന്നതിന് ആവശ്യമാണ്. വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസ്മരികതയും അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ബ്രഹ്മചര്യം ഉൾപ്പെടെയുള്ള ആ വ്രതത്തിൻ്റെ ഫലമായി ലഭ്യമാകുന്ന മനഃശക്തിയും ശരീരശക്തിയും ചൈതന്യവും അതുപയോഗപ്പെട്ടാൽ മാത്രമേ കരിമല കയറി ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ കരിമല കയറുകയാണ്. 1ാമത്, 2ാമത്, 3, 4, 5, 6, 7ാമത് മടക്ക് കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ, അതായത് കരിമല ടോപ്പ് എന്ന് പറയും. നമ്മൾ 7 മടക്ക് കയറിയാണ് കരിമലയിൽ കയറിയതെങ്കിൽ അവിടെ നിന്നും താഴേക്കുള്ള ഇറക്കം, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കുളവും കിണറുമുണ്ട്. രണ്ടിലും വെള്ളമുണ്ട്. അതിൽ കിണറ്റിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് വെള്ളം മുക്കിക്കൊണ്ടുവരുന്നത്, കപ്പിയിട്ടല്ല കോരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ വസിക്കുന്നതായ കരിമല ഭഗവതിക്ക് നാളികേര ബലി കൊടുക്കുന്നതിനോടൊപ്പം ഈ കുളത്തിലും കിണറ്റിലും രണ്ടിടത്തും അവലും മലരും തൂകിയിട്ടാണ് സ്വാമിമാർ മുന്നോട്ടേക്ക് പ്രയാണം ചെയ്യുന്നത്. അങ്ങനെ ആ കുളവും കിണറും താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് കരിയിലാം തോട് എന്ന് പറയുന്ന ആ കരിയിലാം തോട്ടിൽ ഈ വിഷമിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പാദം മൂടാനുള്ള വെള്ളം കഷ്ടിയേ അതിലുള്ളൂ. വലിയ തോടാണെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. പക്ഷെ അതിൻ്റെ തണുപ്പ് അങ്ങ് ശരീരത്തിൻ്റെ ഏറ്റവും തലമുടിയുടെ അഗ്രത്തിലേക്ക് പോലും തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള ഒരു തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം ചെറുതല്ല, വളരെ വലുതാണ്. മാത്രമല്ല 7 സ്ട്രെച്ച് കൊണ്ട് കരിമലയുടെ മുകളിലെത്തിയ നമുക്ക് അവിടെ നിന്നും ഒറ്റ സ്ട്രെച്ചിലാണ് ഈ 7 ഭാഗവും തരണം ചെയ്യേണ്ടി വരുന്നത്. അതായത് കുത്തനെയുള്ള ഇറക്കമാണ്. ആ ഇറക്കം ചെന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് ആനത്താവളം എന്ന് പേര് കേട്ടിട്ടുള്ള ചെറിയാനവട്ടം. ആ ചെറിയാനവട്ടത്ത്
അവിടെ നിന്നും ഏതാണ്ടൊരു 2 കിലോമീറ്റർ മുന്നോട്ടേക്ക്, 2 കിലോമീറ്ററിന് അല്പം കൂടി കൂടുതൽ കണ്ടേക്കും, ചെറിയാനവട്ടത്തു നിന്നും അപ്പുറത്താണ് വലിയാനത്താവളം. ആ വലിയാനത്താവളത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ഏതാണ്ടോ 35-40 വർഷം മുമ്പത്തെ ഓർമ്മയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വലിയാനവട്ടത്ത് യഥാർത്ഥത്തിൽ പമ്പ എന്നുദ്ദേശിക്കുന്നത് ഈ വലിയാനവട്ടമാണ് എന്ന വസ്തുത ഞാൻ വ്യക്തമാക്കട്ടെ. അതായത് കല്ലാറും കക്കട്ടാറും ഒരുമിച്ച് ചേരുന്ന, പമ്പയാടിനോട് ചേരുന്ന ത്രിവേണി എന്ന് പറയുന്ന യഥാർത്ഥമായ സ്ഥലം വന്നെത്തി നിൽക്കുന്നത് ഈ വലിയാനത്താവളത്തിലാണ്. ആ വലിയാനത്താവളത്തിൻ്റെ പ്രത്യേകത, മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ വലിയാനത്താവളത്തിൽ അതിൽ വഴിയാണ് തിരുവാഭരണം സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഈ വലിയാനത്താവളത്തിലാണ് ആ തിരുവാഭരണ പേടകത്തെ അനുഗമിക്കുന്ന പന്തളത്ത് തമ്പുരാൻ 2 ദിവസം താമസിക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് പമ്പ എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന മലബാറുകാരനായൊരു മന്ത്രി ഉണ്ടായിരുന്നു. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, MP ഗംഗാധരൻ. MP ഗംഗാധരനാണ് ഇന്നത്തെ പമ്പാ സരസ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബോർഡ് വയ്ക്കാൻ കാരണഭൂതനായതും അവിടെ വലിയ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നതായ പരിഷ്കാരങ്ങളെല്ലാം വരുത്തിയതും. പക്ഷേ കഴുതയുടെ നെറ്റിയിൽ കുതിര എന്ന് ബോർഡ് വെച്ചതുപോലെ മാത്രമേ അതാവുന്നുള്ളൂ. ഇതിൻ്റെ ചരിത്രപരമായ ഐതിഹ്യപരമായ പ്രാധാന്യം അനുസരിച്ചിട്ട് തിരുവാഭരണം വരുന്നത് ഇപ്പോഴത്തെ പമ്പയിൽ എത്തുന്നില്ല. പന്തളത്ത് തമ്പുരാൻ വരുന്നത് ഇപ്പോഴത്തെ പമ്പയിൽ എത്തുന്നില്ല. ഇവർ രണ്ടുപേരും, തിരുവാഭരണമാവട്ടെ തമ്പുരാനാവട്ടെ, എത്തിച്ചേരുന്നത് സാധാരണക്കാർ വലിയാനവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന വസ്തുത അറിയുക. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. വലിയാനത്താവളത്തിൽ എത്തിച്ചേരുന്ന തിരുവാഭരണത്തെ അവിടെ അനുധാവനം ചെയ്യാൻ തയ്യാറായിക്കൊണ്ടും ഒരു ദിവസം ഇതിന് മണിക്കൂറുകൾ ഗാർഡായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ അതിന് തുണയായി നിൽക്കുന്നതും മധുരയിൽ നിന്നുള്ള ആളുകളാണ്. ആ മധുരയിൽ നിന്നുള്ള ആളുകൾ ധരിച്ചു വരുന്നത് പച്ചപ്പട്ട് ആണ് ഉടയാടയായിട്ട് ധരിക്കുന്നത്. അവിടെ ഈ തിരുവാഭരണം ഇറക്കി വയ്ക്കുന്നതിന് പ്രത്യേക പീഠം തയ്യാറായിട്ടുണ്ട്. അതും വാർക്കയാണ്. ആ വാർക്കയുടെ മുകളിലാണ്, അതായത് കോൺക്രീറ്റ് പീഠത്തിൻ്റെ മുകളിലാണ് തിരുവാഭരണ പേടകങ്ങൾ 3ഉം ഇറക്കി വയ്ക്കുന്നതും. അത് പച്ചപ്പട്ടിട്ട് മൂടി അതിനു ചുറ്റും വാളും പരിചയമായി നിൽക്കുന്ന ഈ ഭക്തർ അവിടെ എത്തിച്ചേരുന്നത് മധുരയിൽ നിന്നാണ്. അപ്പം മധുരയും പന്തളവും, മധുരയും ശബരിമലയും, മധുരയും തിരുവാഭരണവും ഒക്കെ ആയിട്ടുള്ള ബന്ധം നമുക്ക് ഇവിടെ വച്ച് വളരെ സ്പഷ്ടമാകുകയാണ്. ഈ തിരുവാഭരണത്തെ അനുധാവനം ചെയ്തു വരുന്ന തമ്പുരാൻ 2 ദിവസം അവിടെ താമസിച്ചിട്ട് 3ാമത് ദിവസമാണ് സന്നിധാനത്തേക്ക് എഴുന്നള്ളുന്നത്. ഇവിടെ ഈ തിരുവാഭരണത്തിന് തുണയായി നിൽക്കുന്ന മധുരക്കാർ തിരുവാഭരണത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ഏതാണ്ട് ശരംകുത്തി വരെ ഇതിനെ അനുധാവനം ചെയ്യുകയും അവിടെ നിന്ന് അവർ തിരിച്ച് പുറകോട്ട് പോരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവാഭരണത്തിൻ്റെ കഥ ഇവിടെ അങ്ങ് വ്യക്തമാക്കി എന്ന് മാത്രം. ഇനി നമ്മൾ വലിയാനത്താവളത്തിൽ നിന്നും എത്തിച്ചേരുന്നത് പമ്പയിലേക്ക്, അതായത് ഇപ്പോഴത്തെ പമ്പയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടുന്നത്. മറിച്ച് വലിയാനത്താവളത്തിൽ നിന്നും പമ്പയിൽ കടക്കാതെ ഇതാണ് പമ്പ എന്നുള്ള തോന്നൽ ഉള്ളവർ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, തിരുവാഭരണ പാതയിലൂടെ മുന്നോട്ട് ഗമിച്ചാൽ അവർക്ക് നീലിമലയുടെ പകുതിക്കൽ വെച്ച് അല്ലെങ്കിൽ അപ്പാച്ചിമേടിൻ്റെ ശിരസിലാണ് എത്തിച്ചേരാൻ പറ്റുക. അപ്പാച്ചിമേട്ടിൽ നിന്ന് പിന്നെ ഒരു മടക്ക് മാത്രമേ മുന്നോട്ടേക്ക് കയറേണ്ടതായിട്ടുള്ളൂ. അപ്പാച്ചിമേട്ടിൽ അപ്പാച്ചിക്കുഴി, ഇപ്പാച്ചിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടയേറ് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. അതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ യാത്രയിൽ വീണ്ടും പറയാം. നമ്മൾ എത്തിച്ചേർന്നത് വലിയാനത്താവളത്തിൽ നിന്ന് തിരുവാഭരണത്തെ മുന്നോട്ടേക്ക് വിട്ടു. അത് സന്നിധാനത്തേക്ക് പോയി. നമ്മൾ പമ്പയിലേക്ക് പോവുകയാണ്. പമ്പയിലെത്തി. പമ്പയിൽ എന്താണ് പ്രത്യേകത?
ആ പമ്പയുടെ പ്രത്യേകത തീർത്ഥം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രത്യേകത ഏറെ വലുതാണ്. അപ്പോൾ പമ്പയുടെ തീർത്ഥം എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് സന്നിധാനത്തേക്കുള്ള യാത്രയും കൂടി ഒന്ന് നോക്കാം. പമ്പയിൽ എത്തിച്ചേർന്ന് നമുക്ക് ഏത് തരത്തിൽ അതിനെ കാണാൻ സാധിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കുക. അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്? അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബലിതർപ്പണാദികൾ ചെയ്തു. തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, നമ്മുടെ കൈകൊണ്ട് നിരവധി പേർ മരിക്കാനിടയായി, ഉദയനൻ മരിച്ച് നമുക്ക് കൊല്ലേണ്ടതായി വന്നു, നിരവധി ഭടന്മാരെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അസ്വസ്ഥമായി നടക്കുന്ന ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കേണ്ടുന്നത് നമ്മുടെ കടമയായതുകൊണ്ട് നമുക്ക് പമ്പാ സരസിൽ ബലിതർപ്പണാദികൾ ചെയ്ത് പബ്ബാസദ്യയും നടത്തി വേണം മുന്നോട്ടേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ടാണ് അയ്യപ്പസ്വാമി അവിടെ ആദ്യത്തെ പമ്പ സരസിലെ സദ്യ നടത്തിയത്. ആ സദ്യ നടത്തുന്നതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞത് ബലിതർപ്പണാദികൾ കൂടി നടത്തണം എന്നാണ്. എന്തുകൊണ്ട് പമ്പയ്ക്ക് ഈ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് പമ്പയുടെ പ്രത്യേകത? ഈ പമ്പയുടെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ അവിടെ ചെല്ലുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിതര സാധാരണമായ ചില ഒത്തുചേരലുകൾ, പൊരുത്തങ്ങൾ ശബരിമലയെ ഇതര തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നു. ഇതിൽ പ്രമുഖം ആണ് ശബരിമലയെ ആവരണം ചെയ്തിരിക്കുന്ന നിബിഡമായിട്ടുള്ള കാടും പുണ്യപ്രവാഹമായിട്ടുള്ള പമ്പയും, അതായത് ജലസ്രോതസ്. നദി, തടാകം എന്ന് തുടങ്ങുന്ന ജലസ്രോതസ്സാവാം. വനത്തിൻ്റെ സാമീപ്യം വേണം. ഏകാന്തതയും സ്വച്ഛവായുവും ഗിരിഗന്ധരാദികളും, അതായത് മലയും ഗുഹകളും, ഇപ്രകാരമുള്ള 5 ലക്ഷണങ്ങൾ ഒത്തുചേർന്ന ഭൂമിയെയാണ് തപോഭൂമി എന്ന് വിളിക്കുന്നത്. നോക്കുക, ആദ്യം വേണ്ടുന്നത് ഒന്നുകിൽ തടാകമാകാം, അല്ലെങ്കിൽ നദിയാവാം. ആ നദിയുടെ സാന്നിധ്യത്തോടൊപ്പം തന്നെ അവിടെ ഏകാന്തത അനുഭവപ്പെടണം. യാതൊരു വിധത്തിലുള്ള ഒരു വിഷയങ്ങളും ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല. സ്വച്ഛവായു ആയിരിക്കണം. ഗിരിഗന്ധരാദികൾ എന്നുദ്ദേശിക്കുന്നത് മലയും ഗുഹകളും നിറഞ്ഞിട്ടുള്ള സ്ഥലമായിരിക്കണം. നോക്കുക, പമ്പയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ പമ്പ നമുക്ക് അനുഭവപ്പെടുന്നത് ഈ 5 ലക്ഷണങ്ങളിലും ഒത്ത ഒരു ഭൂമിയായിട്ടാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് തപോഭൂമി. നമുക്ക് പുരാവൃത്തം അന്വേഷിച്ചാൽ നമുക്കറിയാം അവിടെ തപോഭൂമിയായിരുന്നു. മാതംഗ മഹർഷിയുടെ തപോഭൂമിയായിരുന്നു പമ്പയും പരിസരവും. ശബരിയുടെ തപോഭൂമിയായിരുന്നു. ശബരിയുടെ കൂട്ടുകാരിയുടെ തപോഭൂമിയായിരുന്നു. ശബരി കാത്തിരുന്നത് രാമനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ തരത്തിൽ ലക്ഷണശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്ന 5 ലക്ഷണങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് പമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഭൂമിയിൽ വിശുദ്ധ തീർത്ഥത്തിൻ്റെ അംഗീകാരമുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതായി 7 എണ്ണം ഉണ്ട്. ആ 7 എണ്ണം എങ്ങനെയുള്ളതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്വയം ഭൂലിംഗ ഭൂമി. അതായത് ശിവലിംഗ ഭൂമി ഉണ്ടെങ്കിൽ സ്വയം ഉണ്ടായതോ ശിവന്റെ ജ്യോതിർലിംഗം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതുകൊണ്ടോ ആയിട്ടുള്ള സ്ഥലമാണ് സ്വയം ഭൂലിംഗ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, പമ്പയുടെ അനുബന്ധമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 2 ക്ഷേത്രങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. വളരെ പവിത്രമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രങ്ങൾ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അടുത്തത് തന്നെ യാഗഭൂമിയാണ്. മഹായാഗങ്ങൾ നടന്ന സ്ഥലം. ഓർത്തു നോക്കുക, യാഗഭൂമി എന്നുദ്ദേശിക്കുമ്പോൾ കേരളത്തിൽ പമ്പ മാത്രമാണോ ഉള്ളത് എന്ന് നോക്കിയാൽ അല്ല എന്ന് പറയേണ്ടതായി വരും. അത് നമുക്ക് ദക്ഷയാഗം നടന്ന സ്ഥലം നമുക്കറിയാം. ആ സ്ഥലത്തിൻ്റെ പേരാണ് കൊട്ടിയൂർ. മഹായാഗങ്ങൾ നടന്ന സ്ഥലമാണ്. അവിടെയും പമ്പയ്ക്ക് സമാനമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഭൂമിയായിട്ടാണ് കൊട്ടിയൂരിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൊട്ടിയൂര് ഇത് തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂരും വളരെ വ്യക്തമായിട്ടും നമുക്ക് തീർത്ഥഭൂമിയാണ് എന്ന് കാണാൻ സാധിക്കും. കൊട്ടിയൂർ തീർത്ഥഭൂമിയാണ്, പമ്പ തീർത്ഥഭൂമിയാണ്.
അടുത്തത് ബലിഭൂമിയാണ്. മഹായുദ്ധങ്ങളും ബലിദാനങ്ങളും നടന്ന സ്ഥലമാണ്. മഹായുദ്ധങ്ങൾ നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഹാഭാരത യുദ്ധം തന്നെ നടന്ന സ്ഥലം നമ്മുടെ ഭാരതത്തിലാണ്. ഇന്നത്തെ കുരുക്ഷേത്രത്തിൽ എന്ന് പറയുന്ന ആ സ്ഥലം ഹരിയാനയിലാണ് ഉള്ളത്. 60 കിലോമീറ്റർ നീളവും 60 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വാഹനമില്ലാതെ ഈ തലത്തിൽ നിന്ന് അങ്ങേ തലയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത അത്രയ്ക്കും വലിപ്പമുള്ള ആ സ്ഥലത്തിനാണ് കുരുക്ഷേത്ര എന്ന് പറയുന്നത്. ആ കുരുക്ഷേത്രയിലാണ് 11 അക്ഷൗഹിണി കൗരവരുടെ പടയും 7 അക്ഷൗഹിണി പാണ്ഡവരുടെ പടയും നടത്തിയ ആ സർവനാശത്തിന് കാരണഭൂതമായ കുരുക്ഷേത്ര യുദ്ധം. അപ്പോൾ ആ തരത്തിലുള്ള ബലിഭൂമിയും പവിത്രമാണ്. പിന്നെയുള്ളത് യോഗഭൂമിയാണ്. ദിവ്യന്മാരായ യോഗികൾ നിവസിച്ചിരുന്നതോ യോഗവിദ്യ നടന്നിരുന്നതോ ആയ സ്ഥലമാണ് യോഗഭൂമി. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ടും ശബരി മലയിൽ വളരെ വ്യക്തമായി അതൊരു യോഗഭൂമിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് തപോഭൂമിയാണ്. തപോഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ഋഷിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. ഋഷിമാർ തപസ് ചെയ്തിരുന്ന തപോഭൂമിയായിട്ട് നമുക്ക് ഈ സ്ഥലത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ്. പിന്നെ ഏതാണുള്ളത്? പിന്നെയുള്ളത് ദേവഭൂമിയാണ്. ദേവന്മാർ അവതരിച്ചതോ അവരാൽ ദാനം ചെയ്യപ്പെട്ടതോ ഈശ്വരാരാധനകൾ നടന്നതോ ആയ സ്ഥലം, ആ സ്ഥലമാണ് ദേവഭൂമി എന്ന് പറയുന്നത്. ദേവന്മാർ അവതരിച്ചതോ എന്നിടത്ത് മണികണ്ഠ അവതാരം നടന്നത് പമ്പാസരസിലാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ ആ സ്ഥലത്തിന് ഈ പ്രത്യേകതയുള്ളത് കൊണ്ട് ദേവഭൂമിയാണ് പമ്പ എന്ന് ബോധ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ സംഗമഭൂമി, ജലം, നദി, സമുദ്രം തുടങ്ങിയവ സംഗമിക്കുന്ന സ്ഥലം. ആ സംഗമഭൂമി, ദേവസംഗമം നടക്കുന്ന ഒരു സ്ഥലം നമുക്കുണ്ട്. അത് അവിടെയും അതിന് നടുനായകത്വം വഹിക്കുന്നത്, ഈ സംഗമഭൂമിയിൽ നടുനായകത്വം വഹിക്കുന്നത് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ആറാട്ടുപുഴ. ആറാട്ടുപുഴ പൂരം എന്നുദ്ദേശിക്കുന്നത് സമീപസ്ഥരായ 108 ദേവാലയങ്ങളിൽ നിന്നുള്ള ദേവന്മാരുടെ ഒരുമിച്ച് കൂടലാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് അറിഞ്ഞാണേലും അറിയാതെയാണേലും തന്നിരിക്കുന്ന പേര് വളരെ ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി, ഈശ്വരൻ്റെ സ്വന്തം നാട്. ആ ഈശ്വരൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്ക് പലതും പഠിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇപ്പം ചൂണ്ടിക്കാണിച്ച 7 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ആയത് തീർത്ഥഭൂമിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആ 7ഉം പ്രസക്തമായിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് പമ്പ ബോധ്യപ്പെടുത്തി കിട്ടുന്നത്. അപ്പോൾ പമ്പ എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. അവിടെ ചെല്ലുന്നത് കൊണ്ടും ദർശനം നടത്തുന്നത് കൊണ്ടും അവിടെ വസിക്കുന്നത് കൊണ്ടും ആ ജീവാത്മാവിന് പാപക്ഷയവും പുണ്യലാഭവും ഉണ്ടാവുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ ഈശ്വരൻ്റെ ചൈതന്യ അംശം കൂടുതലായി കാണിക്കുന്നു. ഇത് സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ചാൽ, മരങ്ങളിൽ ചന്ദനം എന്നുദ്ദേശിക്കുന്നത് തേക്കുണ്ട്, ഈട്ടിയുണ്ട്, അതുപോലെയുള്ളതുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും രാജകീയമായ വൃക്ഷം എന്നുദ്ദേശിക്കുന്നത് ചന്ദനമാണ്. അതേപോലെ തന്നെ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനം കസ്തൂരിയാണ്. അത് സുഗന്ധ വസ്തുക്കളിൽ. മനുഷ്യരിൽ ജ്ഞാനിയായിരിക്കും. മൃഗങ്ങളിലാവട്ടെ പശുവാണ്. നദികളിലോ ഗംഗയാണ്. കല്ലുകളിൽ വൈരമാണ്. വൈരം എന്നുദ്ദേശിക്കുന്നത് എതിർപ്പെന്നുള്ള അർത്ഥത്തിലല്ല. വൈരം, വൈഡൂര്യം തുടങ്ങിയവയിലെ വൈരം. ഇത്തരം പുണ്യങ്ങളാൽ തങ്ങളുടെ വ്യക്തിത്വത്തെ പ്രദർശിപ്പിക്കുന്നു എന്നതുപോലെ ഭൂമികളിൽ തീർത്ഥഭൂമിയാണ് ഈശ്വര ചൈതന്യത്തെ കൂടുതൽ സ്ഫുരിപ്പിക്കുന്നത്. ആ ഈശ്വര ചൈതന്യത്തെ സ്ഫുരിപ്പിക്കുന്ന ഇത്തരം ഭൂമി നമ്മുടെ തീർത്ഥലക്ഷണത്തിന് വളരെ വ്യക്തമാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നതും
ശബരിമലയുടെ തീർത്ഥലക്ഷണത്തിൻ്റെ പൂർണ്ണത ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. അത് തീർത്ഥസ്നാനത്തിന് വേണ്ടുന്ന മുഴുവൻ യോഗ്യതയും തപോഭൂമിയുടെ മുഴുവൻ ലക്ഷണവും ശബരിമലയിൽ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ശബരിമല വനനിരകളും പമ്പയും ചേർന്നൊരുക്കുന്ന ആധ്യാത്മിക അനുഭൂതി ഗംഗ, യമുന, സരസ്വതി ഈ മൂന്ന് നദികളും കൂടിച്ചേർന്നതാണ് സരസ്വതി സംഗമം. അതിൻ്റെ പ്രതീകമായി തന്നെയാണ് ഈ പറഞ്ഞ 3 ഭാഗങ്ങളും വന്നിരിക്കുന്നത്. ആ തീർത്ഥക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ത്? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഈ 3 മഹാസിദ്ധികളാണ് ഒരു തീർത്ഥത്തിൻ്റെ ലാഭം. തീർത്ഥത്തിലെ തകാരം ഭക്തിയെയും രകാരം വൈരാഗ്യത്തെയും ധകാരം ആത്മരൂപമായ ജ്ഞാനത്തെയും കുറിക്കുന്നു. പൂങ്കാവനവും പമ്പാ തീർത്ഥവും മലകളും തീർത്ഥാടകരുടെ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. ഈശ്വരപ്രാപ്തിയും ആധ്യാത്മിക ഉണർവും ഉണ്ടാകുന്നതിന് ഒന്നാമതായി വേണ്ടുന്നത് ഭക്തിയാണ്. ഭക്തി അങ്കുരിക്കാതെ ജ്ഞാനമോ വിരക്തിയോ ഉണ്ടാകുമെന്ന് കരുതരുത്. ഭക്തിയാണ് ഇവയുടെ അടിത്തറ. ഭക്തി എന്നാൽ ജലം പോലെ നിർമ്മലമാണ്. പമ്പാ സ്രോതസ്സും ഭക്തിയോഗത്തിൻ്റെ പ്രതീകമാണ്. നദി അനർഗളമായി പ്രവഹിക്കുന്നു, അത് അവസാനം സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നു. അതുപോലെ ഭക്തിയും അനർഗളമായി പ്രവഹിച്ചുകൊണ്ട് ഈശ്വരൻ എന്ന സമുദ്രത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. പമ്പാ സ്നാനത്തോടെ ഒരു സാധകന് ഭക്തിയോഗത്തിൻ്റെ ബാലപാഠങ്ങൾ ഉള്ളിൽ തെളിഞ്ഞു വന്നു തുടങ്ങുന്നു. മനസ്സിൽ നിറയുന്ന ഈശ്വര സാമീപ്യത്തിൽ അദമ്യമായ ആഗ്രഹം ഏത് ദുർഘട പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള ത്വര മനസ്സിൽ നിറയുന്നു. തുടരാൻ പോകുന്നത് ഹിംസമൃഗങ്ങൾ നിറഞ്ഞ കാനനപാതയിലൂടെയുള്ള യാത്രയാണ്. ആന, കരടി, കടുവ, പുലി എവിടെയും ജീവരക്ഷയ്ക്ക്, ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ഇവ തകർന്നടിയാൻ ഒരു നിമിഷം മാത്രം മതി. യാത്രപാതകൾ കഠിന കണ്ടകാകീർണം, കാടിൻ്റെ നിതാന്ത നിശബ്ദതയും ഇരുട്ടും കുളിരും ശബരിമല തീർത്ഥാടകനിൽ ഉണർത്തുന്നത് എന്തായിരിക്കും? അതിൻ്റെ പേരാണ് വിരക്തി അഥവാ വൈരാഗ്യം. ഭക്തിയും വൈരാഗ്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ സാധകനിൽ ഉണ്ടായതാണ് അനശ്വരതയിലേക്കുള്ള അദമ്യമായ സ്വാംശീകരണം. താനെന്നും തൻ്റേതെന്നും ജീവിതമെന്നുള്ളത് വെറും നൈമിഷിക തോന്നൽ മാത്രമാണെന്ന് വ്യക്തമാകുകയും ഇത്രയും നാൾ തേടിയതൊന്നും യാഥാർത്ഥ്യമല്ലായിരുന്നു എന്ന സത്യം ബോധ്യപ്പെടുമ്പോൾ നൈമിഷിക സുഖങ്ങളോടും മുതൽ വലിയ നേട്ടമാണെന്ന് കരുതുന്നവയോട് വരെ രൂഢമൂലമായ മനസ്സിൽ നിറയുന്ന അസ്വീകാരത അഥവാ വെറുപ്പ് അഥവാ ത്യാഗമനോഭാവം, ഇതാണ് യഥാർത്ഥ വിരക്തി എന്ന യോഗഭാവം. അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിൽ പ്രവേശിക്കുന്നതിലൂടെ ഈ ത്യാഗഭാവം സാധകനിൽ ജ്വലിക്കുന്നു എന്നാരും സമ്മതിച്ചു പോകും. മൂന്നാമത്തേത് ജ്ഞാനഭാവമാണ്. മലകയറ്റത്തിൻ്റെ തീവ്രതയിൽ നിന്നും ഉരുത്തിരിയുന്ന ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന കിതപ്പ്, സംഘർഷം, പ്രയാസം, വിശപ്പ്, ദാഹം, ക്ഷീണം, മടി ഇവയെല്ലാം ഓർത്തു നോക്കുമ്പോൾ വളരെ ഉയരത്തിലുള്ള സത്യത്തെ തേടുവാൻ അഥവാ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉണ്ടാകുന്ന ക്ലിഷ്ടത എത്രമാത്രമാണെന്നും അതിന് വിലങ്ങുതടിയായി വരുന്നത് സ്വന്തം ശരീരം തന്നെയാണെന്നും മല കയറുന്നതിന് വിഘാതമായ രീതിയിൽ ക്ഷീണതകളും മറ്റ് കഷ്ടതകളും ഉണ്ടാക്കി തരുന്നത് ശരീരമാണ്. ആ സത്യം അംഗീകരിച്ചാൽ യഥാർത്ഥ സത്യത്തിനടുത്തേക്ക് എത്തുന്നതിനുള്ള തടസ്സം, ഈശ്വരപ്രാപ്തിയായി കാണുന്നതിനുള്ള പ്രധാന തടസ്സം ശരീരബോധമാണ് എന്ന് തിരിച്ചറിയണം. ഇതിനോടൊപ്പം ഈ വിഷയത്തെ സഹായിച്ചുകൊണ്ട് നമ്മിലെ ഭക്തിയില്ലായ്മയും ധർമ്മരാഹിത്യവും വിരക്തിയില്ലായ്മയും ഇതിനു വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുന്നു. ഇങ്ങനെ മലകയറ്റവും യോഗസാധനവും ഒരുപോലെ ശരീരമെന്ന ഘടകത്തിൻ്റെ വഴങ്ങായിക നിമിത്തം ക്ലേശകരമാകുന്നു. എന്നാൽ ഇതേ ശരീരം കൊണ്ട് തന്നെയാണ് ഒരാൾ ലക്ഷ്യബോധത്തോടെ മല കയറി തീർത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. അതുപോലെ
ദേഹബോധം വച്ചുകൊണ്ട് തന്നെ ഏറെ ക്ലേശിക്കപ്പെട്ടായാലും ഒരാൾ ഈശ്വരാനുഭൂതി കൈവരിക്കാൻ സാധിക്കും. ഇതെല്ലാമാണ് പരിപാവനമായ ശബരിമല തീർത്ഥയാത്രയിലൂടെ ലഭ്യമാകുന്ന ജ്ഞാനപാഠങ്ങളിൽ ചിലത്. പമ്പാതീർത്ഥം ഭക്തിസ്വരൂപവും പൂങ്കാവനം വൈരാഗ്യസ്വരൂപവും മലനിരകളെല്ലാം ജ്ഞാനദായകവുമാണെന്ന് സംശയലേശമന്യേ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ അലൗകികമായ അന്തരീക്ഷത്തെയും മാസ്മരികമായ പരിവേഷത്തെയും തീർത്തും നശിപ്പിച്ചുകൊണ്ടുള്ള സുഖമയമായ അയ്യപ്പ ദർശനയാത്ര ശബരിമലയ്ക്ക് തീർത്ഥം എന്ന ലക്ഷണയുക്തമായ പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഏറെ സങ്കടത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. സാമാന്യ ചിന്തയിൽ പമ്പയെ അറിയണം. പമ്പ ഒരു ഗാനത്തിലൂടെ പാപം മറിച്ചിട്ടതാണ് പമ്പ എന്ന് ഉദ്ഘോഷിക്കുന്നു. പുണ്യഭൂമിയായ പമ്പയിൽ, പുണ്യതീർത്ഥമായ പമ്പയിൽ സ്നാനം കഴിഞ്ഞ് ശരീരവും മനസ്സും ശുദ്ധമായി കഴിയുമ്പോൾ പൂർവികരെ ഓർമ്മിച്ച് 7 തലമുറകൾ വരെ പിറകിലുള്ളവർക്ക് ബലിതർപ്പണാദികൾ നടത്തി പമ്പയുടെ സൂർത്തത്തിലൂടെ പൂർവസൂരികൾക്കായി ശാന്തി നൽകുന്നു. തുടർന്ന് പമ്പാസദ്യ. വിഭവസമൃദ്ധമായ പമ്പാസദ്യയിൽ അയ്യപ്പസ്വാമിയുടെ അദൃശ്യ സാന്നിധ്യം ഓരോ ഗുരുസ്വാമിയും വ്യക്തമാക്കുന്നു. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള അദമ്യമായ ഒരുമിക്കലിൻ്റെ മൂർത്ത രൂപമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ് മടക്കത്താനം കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ് മടക്കത്താനം കൊച്ചങ്ങാടി.